കൊച്ചി വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. പൊന്നുരുന്നി സ്വദേശിയും ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനുമായ ഷാജിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാക്കനാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കോട്ടയം സ്വദേശി സുധാ ബേബിയെ രാവിലെയാണ് റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും കാറിലെത്തുന്ന ദൃശ്യം നിർണായകമായി. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിപിൻ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ഒടുവിൽ കൊലയാളി പിടിയിലാകുമ്പോൾ ലഭിക്കുന്നത്? എന്തായിരുന്നു ഈ കൊലപാതകത്തിനുള്ള ഒരു മോട്ടീവ്? ക്രിസ്റ്റീന, രാവിലെ ഈ മൃതദേഹം ട്രാക്കിൽ കണ്ടപ്പോൾ തന്നെ അതൊരു കൊലപാതകമാകും എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരുന്നു. പിന്നീട് അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത് കോട്ടയം സ്വദേശിയായിട്ടുള്ള സുധാ ബേബിയാണ് മരിച്ചത് എന്നുള്ളത് പോലീസ് ആദ്യം തിരിച്ചറിയുന്നു. കാരണം മൃതദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നും ഒരു ഫോൺ ലഭിച്ചിരുന്നു. ഈ മൊബൈൽ ഫോണിന്റെ സിം അത് സുധാ ബേബിയുടെ പേരിലെടുത്തതാണ്. പിന്നീട് ആ അന്വേഷണമാണ് ഈ മരിച്ചതും സുധാ ബേബിയാണ് എന്നുള്ളതിലേക്ക് എത്തിയത്. 35 വയസ്സായിരുന്നു ഇവരുടെ പ്രായം. ഈ റെയിൽവേ ട്രാക്കിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ റെയിൽവേ ട്രാക്കിൽ ഈ മൃതദേഹം കൊണ്ട് ഇട്ടത്. പക്ഷേ പോലീസിന്റെ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് കാക്കനാട് നിന്നാണ്. പ്രതി ഷാജി, അതായത് പൊന്നൂരിന് സ്വദേശിയായിട്ടുള്ള ഷാജിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. കാക്കനാട് നിന്ന് ഇയാളെ കസ്റ്റഡി എടുക്കുകയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയുമാണ്. അല്പസമയത്തിനകം തന്നെ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇയാൾ ഹൈക്കോടതിയുടെ മുൻ ജീവനക്കാരനാണ്. കുറച്ച് ആയി തന്നെ ഇപ്പോൾ ഈ സുധാ ബേബിയുമായി ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ രണ്ടുപേരും കാറിൽ ഈ ഒരു പ്രദേശത്തേക്ക് വന്നിറങ്ങുന്നതിന്റെ CCTV ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ചു പോകുന്നത് ഇയാൾ മാത്രമാണ്. ഒപ്പം തന്നെ ഇയാളുടെ ഷർട്ടിൽ ഒരു ചോരക്കറ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ CCTVയിൽ നിന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് വളരെ നിർണായകമാവുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു പ്രദേശമൊക്കെ വിജനമായി തന്നെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു പിടിവലി നടന്നിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇനി എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്, എന്താണ് നയിച്ചത് എന്നുള്ളത് ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഒരു കൃത്യത വരികയുള്ളൂ. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് ശേഷം ഇപ്പോൾ സുധാ ബേബിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. കോട്ടയം സ്വദേശിയാണ് സുധാ ബേബി എങ്കിലും കുറച്ചായി അമ്മയോടൊപ്പം ഈ എറണാകുളത്തെ പൂത്തോട്ടം എന്നുള്ള സ്ഥലത്ത് അവർ വാടകയ്ക്ക് താമസിക്കുകയെന്നായിരുന്നു. അവരുടെ ജോലിയൊക്കെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടി വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ വരും എന്നുള്ളതുമാണ് മനസ്സിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.